ഏതൊരു കേസ് വെൽക്കം ബാക്ക് ടു ട്രേഡ് ലോജിക്സ്. നമ്മുടെ ട്രേഡുകൾ ഇന്ന് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല കേട്ടോ. കാരണം എനിക്കിന്ന് ഒന്ന് രണ്ട് ട്രേഡുകൾ മിസ്സായിപ്പോയി. ഫസ്റ്റ് ട്രേഡ് ഇത് ഈ ഒരു പോയിൻ്റ് ആയിരുന്നു. സെക്കൻഡ് ട്രേഡ് നമുക്ക് ഈ ഡേ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ട്രേഡ് എടുക്കേണ്ടിയിരുന്നു. പ്രൈസ് പെട്ടെന്ന് ഹൈക്കായി പോയി. രണ്ട് ട്രേഡ് എടുക്കാനായിട്ടുള്ള എല്ലാ ഓർഡറൊക്കെ റെഡിയാക്കി വെച്ചു. പക്ഷേ ഒരു ട്രേഡും നടന്നില്ല. ഉണ്ടോ? നോ ഓർഡർ, നോ പൊസിഷൻ. നല്ല ഫാളായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 30-40 രൂപയോളം അവിടെ നിന്ന് വ്യത്യാസം വന്നായിരുന്നു. നല്ല രീതിക്ക് ഫാള് കിട്ടി അവിടെ നിന്ന്. എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഏകദേശം ഈ ഒരു ടാർഗറ്റ് നമുക്ക് വയ്ക്കാമായിരുന്നു നിസ്സാരമായിട്ട്. ശരി, നോക്കാം. ഇനി ട്രേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇതുപോലത്തെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ്സാവും. അത് നോർമലാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ ട്രേഡും എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ലോസിലോട്ടും എത്താനും ചാൻസ് ഉണ്ട്. സഡനായിട്ടുള്ള ഈ സ്പൈക്ക് നമുക്ക് ആദ്യം പ്രീമിയത്തിൽ സഡനായിട്ടുള്ള സ്പൈക്ക് ഞാനിതിപ്പോൾ നോട്ട് ചെയ്തുന്നത് 230 രൂപയിലൊക്കെ ആയപ്പോൾ 230-31 രൂപയിലൊക്കെ ആയപ്പോൾ ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു പോയിന്റിൽ 31 പോയിന്റ്, ഈ ഒരു പോയിന്റിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യണം. അവിടെ നിന്ന് കണ്ടോ, വൺ സൈഡ് റാലിയാണ് അങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇതോട്ട് എത്ര പോയിൻ്റാണ് നോക്കി, 86 എത്തി ഇപ്പോൾ തന്നെ. ഇനി അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു റിവേഴ്സൽ ക്യാൻഡിലോ ഒന്നും തരുന്നില്ല. ഇനി അത് ഹോൾഡ് ചെയ്യാം, ഇനിയും പോകും അത്. അപ്പോൾ അതാണ് ഈ ട്രേഡുകൾ മിസ്സാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് സഡനായിട്ട് ചാടി കയറി അടുത്ത ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രേഡ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടയക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.